സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. 3ാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 75% ഡിസ്കൗണ്ട്. ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മുൻതൂക്കം. മലപ്പുറം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 4ഇടങ്ങളിൽ 3ലും UDF വിജയിച്ചു. ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട് ഡിവിഷൻ, തൃക്കലങ്ങോട് പഞ്ചായത്തിലെ മരത്താണി വാർഡ്, മഞ്ചേരി നഗരസഭയിലെ കരുവമ്പ്രം വാർഡ് എന്നിവിടങ്ങളിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ ആലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്ക് വാർഡിലാണ് LDF സ്ഥാനാർത്ഥി വിജയിച്ചത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന AP ഉണ്ണികൃഷ്ണന്റെ വിയോഗത്തെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട് ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. LDF സ്ഥാനാർത്ഥിയായ KC ബാബുരാജിനെ 6786 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിലെ NM രാജൻ പരാജയപ്പെടുത്തിയത്. NM രാജന് 26,480 വോട്ടുകളും KC ബാബുരാജിന് 19,694 വോട്ടുകളും ലഭിച്ചപ്പോൾ BJP സ്ഥാനാർത്ഥി AP ഉണ്ണിക്ക് 2,538 വോട്ടുകളും ലഭിച്ചു. ജില്ലാ പഞ്ചായത്തിൽ LDFന്റെ ഉറച്ച ഡിവിഷനുകളിലൊന്നായ തൃക്കലങ്ങോട് 1,627 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് AP ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ തവണ അട്ടിമറി വിജയം നേടിയിരുന്നത്. ഉണ്ണികൃഷ്ണന്റെ പിൻഗാമിയായി എത്തിയ NM രാജൻ ഈ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് 6,786 എത്തിച്ചു. പോളിംഗ് ശതമാനത്തിലുണ്ടായ വലിയ കുറവ് LDF വോട്ടുകളെയാണ് ബാധിച്ചത്. തൃക്കലങ്ങോട് പഞ്ചായത്ത്, തിരുവാലി പഞ്ചായത്ത്, മമ്പാട് പഞ്ചായത്തിലെ 1 മുതൽ 8 വരെയും 14, 15 വാർഡുകളും ഉൾപ്പെടുന്നതാണ് തൃക്കലങ്ങോട് ഡിവിഷൻ. തൃക്കലങ്ങോട് പഞ്ചായത്തിലെ മരത്താണി വാർഡിൽ അജിത കലങ്ങോടിപ്പറമ്പിന്റെ വിയോഗത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. LDF സ്ഥാനാർത്ഥി P ദിവ്യയെ 520 വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗിലെ ലൈല ജലീൽ പരാജയപ്പെടുത്തിയത്. ലൈല ജലീലിന് 1054 വോട്ടുകളും P ദിവ്യയ്ക്ക് 534 വോട്ടുകളും ലഭിച്ചപ്പോൾ BJP സ്ഥാനാർത്ഥിയായ വിജിബോൾക്ക് 155 വോട്ടുകളും ലഭിച്ചു. മഞ്ചേരി നഗരസഭയിലെ കരുവമ്പ്രം വാർഡിൽ കൌൺസിലറായിരുന്ന P വിശ്വനാഥിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 40 വർഷമായി CPM മാത്രം വിജയിക്കുന്ന വാർഡിൽ 43 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി PA ഫൈസൽ മോൻ അട്ടിമറി വിജയം നേടിയത്. ഫൈസൽ മോൻ 458 വോട്ടുകൾ നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി C ബിബിന് 415 വോട്ടുകളും BJP സ്ഥാനാർത്ഥി KV സത്യന് 19 വോട്ടുകളുമാണ് ലഭിച്ചത്. ഒരേ സമയം നഗരസഭാ കൌൺസിലറായും മലബാർ ദേവസ്വം ക്ഷേത്രം ജീവനക്കാരനായും സർക്കാരിൽ നിന്നും ഇരട്ട ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതിനെ തുടർന്നാണ് മുൻ നഗരസഭാംഗമായിരുന്ന P വിശ്വനാഥിനെ അയോഗ്യനാക്കിയിരുന്നത്. ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 4ൽ 3 സീറ്റുകളും UDF വിജയിച്ചപ്പോൾ ആലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്ക് വാർഡിലാണ് LDF വിജയം കൈവരിച്ചത്. കോൺഗ്രസിലെ അലി പരുവിങ്ങലിനെ 410 വോട്ടുകൾക്കാണ് CPMലെ അബ്ദു പരാജയപ്പെടുത്തിയത്. അബ്ദുവിന് 905 വോട്ടുകൾ ലഭിച്ചപ്പോൾ അലി പരുവിങ്ങലിന് 495 വോട്ടുകളും SDPI സ്ഥാനാർത്ഥി റഷീദ് പെരുമുക്കന് 134 വോട്ടുകളും BJP സ്ഥാനാർത്ഥി ഷിബു തണ്ടത്തായിലിന് 92 വോട്ടുകളുമാണ് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ്. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.